നല്ല തണുപ്പടിച്ച് കയറുന്നുണ്ട് മൂക്കിലൊക്കെ. റാഡിഷ് ഇല്ലേ? ചാറ് കാച്ചി ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. നമ്മുടെ തണുപ്പ് സമയത്ത് ഡേ ഇൻ മൈ ലൈഫ്. സമയം ഇപ്പം 5:30 മണിയൊക്കെ ആയി. പക്ഷെ ഒട്ടും വെയിൽ വന്നിട്ടില്ല. നമ്മൾ ഈ റൂം അടച്ചിട്ടിട്ട് കിടക്കുന്നതുകൊണ്ട് ഇപ്പം വലിയ എന്നാലും തണുപ്പുണ്ട്, ഒരു കിടുകിടുപ്പ് വരുന്നില്ല. അപ്പോൾ ഞാൻ സ്വെറ്ററൊക്കെ എടുത്തിട്ട് ഇനി കിച്ചണിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് ഭയങ്കര തണുപ്പായിരിക്കും. മുമ്പ് ബ്രഷ് ചെയ്യണം. അപ്പോൾ എൻ്റെ പല്ല് തേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ ഈ തണുപ്പത്ത് നമ്മൾ എന്ത് ക്രീം ഇട്ടാലും എൻ്റെ ശരീരത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഫേസിന് കുഴപ്പമില്ല, നമ്മുടെ ബോഡിയിൽ ഭയങ്കര ഈ ഡ്രൈനെസ്സാണ്. എൻ്റെ സ്കിന്നെന്ന് പറയുന്നത് പൊതുവെ ഡ്രൈ സ്കിന്നാണ്. അപ്പം അതിൻ്റെ കൂടി തണുപ്പും കൂടെ ആകുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് അങ്ങ് ഡ്രൈ ആവും. ക്രീം ഇട്ടാലും പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ കടുകെണ്ണ, അതിൻ്റെ ആ ഒരു സ്മെല്ല് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. പക്ഷെ എനിക്കത് ശീലമായി. എന്ന് പറഞ്ഞാൽ തണുപ്പിൽ ബെസ്റ്റാണ്. അപ്പോൾ ഇനി ഞാൻ എൻ്റെ ബ്രഷിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ചെന്ന് എനിക്ക് ചായ ഒന്നും ഉണ്ടാക്കി കുടിക്കണം. എനിക്ക് ഈ ഡോറ് തുറക്കാനാണ് എനിക്ക്. ഇതിപ്പോൾ തുറക്കുമ്പം തണുപ്പ് അങ്ങ് അടിച്ച് കയറും. സമയമെന്ന് പറയണത് 5:45 ആവാറായി. എന്നിട്ട് പോലും ഒരു ലേശം വെട്ടം പോലും വന്നിട്ടില്ല. ഇന്ന് എനിക്കൊരു ബിസി ഷെഡ്യൂൾ ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ചേട്ട ഇന്നലെ രാത്രി ഒരു ആവശ്യമായിട്ട് പുറത്തു പോയി. അത് ഞാൻ എന്താണെന്ന് വഴിയെ പറയാം. പിന്നെ പോയിരിക്കുന്നതുകൊണ്ട് ഇന്ന് എല്ലാ കാര്യങ്ങളും ഇല്ലെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് അടുക്കളയിൽ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ച് അവരെ റെഡിയാക്കി വെച്ച് ചേട്ടൻ കൊണ്ടുപോകും, വിളിച്ചിട്ട് വരും, നമുക്ക് എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ വാങ്ങിയിട്ട് വരും, ഇങ്ങനെയൊക്കെ ചെയ്യും. ഇപ്പം കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിഞ്ഞൂടാന്ന് പറഞ്ഞ പോലെ ഇന്ന് എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യണം. അപ്പോൾ എനിക്ക് അമ്പലത്തിൽ പോകണം. അമ്പലത്തിൽ പോയിട്ട് ഒരു ആവശ്യമുണ്ട്. അപ്പോൾ അമ്പലത്തിൽ പോകണം. പിന്നെ തിരിച്ചു വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ട് പോവാം. പോയിട്ട് വന്നിട്ട് രണ്ടുപേരെ റെഡിയാക്കി സ്കൂളിൽ കൊണ്ടുപോകണം. അവർക്ക് എക്സാം ആയതുകൊണ്ട് 1 മണിക്കൂർ കഴിയുമ്പോൾ എക്സാം കഴിയും. തിരിച്ച് വിളിച്ചുകൊണ്ട് വരണം. അതിൻ്റെ ഇടയിൽ ഉച്ചയ്ക്കുള്ള ഫുഡ് ഉണ്ടാക്കണം. നമുക്ക് 2 ഗസ്റ്റ് വരും. ഗസ്റ്റ് അല്ല എന്നാലും 2 പേര് വരും നാട്ടിൽ നിന്ന്. അപ്പോൾ അവർക്ക് അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നും വേണ്ട. ട്രെയിനിൽ വന്ന് കഴിച്ച് മടുത്തതുകൊണ്ട് ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ചോറോ ചമ്മന്തിയോ ആയെന്ന് മതിയെന്നാണ് പറഞ്ഞത്. വായിക്ക് രുചിയായിട്ട് കഴിക്കാൻ വേണ്ടി ചമ്മന്തിയും ചോറും മതി. അതാണ് ഏറ്റവും സന്തോഷവും. അപ്പം അങ്ങനത്തെ എന്തെങ്കിലും ഒരു 1-2 കറി മതി. അത് വയ്ക്കാം. നാളെ ഇനി ഒരാഴ്ച ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കറിയൊക്കെ വെച്ച് കഴിക്കാം. ബിരിയാണി ഞാൻ ആദ്യം വിചാരിച്ചു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന്. പിന്നെ വിചാരിച്ച് വേണ്ട, അവർ ഇന്ന് എത്തുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ അവർക്ക് ആ ഒരു ക്ഷീണവും വന്ന് ഒന്ന് ആസ്വദിച്ച് കഴിക്കാൻ പറ്റൂല. അടുക്കളയിൽ വന്ന് നിന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി ആ ഒരു തീയുടെ ചൂടുള്ളത് കൊണ്ട് അവിടെ വലിയ തണുപ്പ് അങ്ങനെ നമുക്ക് തോന്നൂല. അങ്ങനെ തേയിലപ്പൊടിയൊക്കെ ഇട്ട് ഞാനിങ്ങനെയാണ് ചായ ഇടുന്നത് കേട്ടോ. തേയിലയൊക്കെ തിളച്ച് വരുമ്പോഴത്തേക്ക് പാല് കാച്ചി വെച്ചിട്ടുള്ള പാലായതുകൊണ്ട് ഇപ്പോൾ തണുപ്പായതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ ചായയൊക്കെ ഇട്ടു. പിന്നെ ദോശയ്ക്കുള്ള മാവ് അരച്ച് വെച്ചിട്ടുള്ളത് കൊണ്ട് കുഴപ്പമില്ല. രാവിലെ അരച്ച് വെക്കണം, ഇല്ലയെന്നുണ്ടെങ്കിൽ പിറ്റേന്ന് രാവിലത്തേക്ക് പൊങ്ങി വരില്ല മാവ്. എനിക്കാണെങ്കിൽ അല്പം ഒന്ന് പുളിയൊക്കെ ഉള്ളതാണ് ഇഷ്ടവും. അങ്ങനെ മാവൊക്കെ ഉപ്പിട്ട് കലക്കി വെച്ചു. പിന്നെ തേങ്ങയൊക്കെ പൊട്ടിച്ചൊന്ന് ചമ്മന്തി അരയ്ക്കാം. ഇപ്പോഴും നമ്മുടെ തേങ്ങ തിരുമ്പോൾ വലിയ കുഴപ്പമില്ല. എന്നാലും ഇനി കുറച്ചുകൂടെ തണുപ്പാകുമ്പോഴത്തേക്കും കട്ടയായിട്ടിരിക്കും. നമുക്ക് തേങ്ങ അധികം ഉപയോഗിക്കാൻ പറ്റില്ല. ഇതിപ്പോൾ ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ തേങ്ങയൊക്കെ പൊട്ടിച്ച് ചമ്മന്തിക്കൊക്കെ തിരികെ വെച്ചു.
എൻ്റെ ചമ്മന്തിക്ക് ഞാൻ കുറച്ച് മുളക് പൊടിയും ഒരു ലേശം എന്ന് പറഞ്ഞാൽ ഒരു 2 ജീരകവും കൂടെ ഇട്ടാണ് അരയ്ക്കുന്നത്. ജീരകവും ചെറിയ ഉള്ളിയും കൂടെ, അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. വെളിച്ചെണ്ണയുടെയൊക്കെ അവസ്ഥ കേട്ടോ. ഞാൻ വേറൊരു പാത്രത്തിൽ ഉരുക്കി ഒഴിക്കണമെന്ന് വിചാരിച്ചാണ്, പിന്നെ അതിൻ്റെ കാര്യം വിട്ടുപോയി. ഉച്ചയൊക്കെ ആകുമ്പോൾ ജസ്റ്റ് വെയിൽ വരുമ്പോഴത്തേക്ക് ഞാൻ വെളിയിൽ കൊണ്ട് വയ്ക്കുമ്പോഴത്തേക്കും ചെറുതായിട്ടൊക്കെ ഒന്ന് ഉരുകി വരും. ഇതിപ്പോൾ ഞാനിങ്ങനെ ഇന്നലെ രാവിലെ തൊട്ട് ഇങ്ങനെ പിതുക്കി എടുത്തിട്ട് കുപ്പിയുടെ പരുവം വേണ്ട. ഇത് ഞാൻ എങ്ങനെ ചമ്മന്തിക്കറിക്കും ഒഴിക്കുമോ? പിന്നെ ഞാൻ ആ കുപ്പിയൊക്കെ പിതുക്കി ഒരു പരുവമാക്കി കേട്ടോ. ഇനി ഉച്ചയാകുമ്പോൾ വെയിലത്തെടുത്ത് വെച്ചാൽ നമ്മുടെ അതൊന്ന് ഉരുവി കിട്ടും. പിന്നെയും വൈകുന്നേരമായി വെയിലൊക്കെ പോകുമ്പോൾ പിന്നെയും അത് കട്ടിയാവും. ഇനി സ്റ്റീൽ പാത്രത്തിൽ മാറ്റണം. ഞാൻ ചമ്മന്തി കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറി റെഡിയായി. കുളിച്ചൊന്നുമില്ല, എനിക്ക് അമ്പലത്തിനകത്തൊന്നും കയറണ്ട, പുറത്ത് വരെ പോയിട്ട് വന്നാൽ മതി. എൻ്റെ ഈ സ്വെറ്റർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 10 വർഷത്തെ പഴക്കമുള്ള സ്വെറ്ററാണ്. ഇനി എനിക്ക് പുതിയൊരു സ്വെറ്റർ എന്തായാലും വാങ്ങിച്ചേ പറ്റൂ. പക്ഷേ കൊള്ളാം. എനിക്ക് എന്താ സൈസ്, എനിക്ക് തോന്നുന്നു അന്ന് ഞാൻ ഒരുപാട് ലൂസായിട്ടായിരിക്കും വാങ്ങിച്ചത്. ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് പിന്നെ അങ്ങനെ വലിയ അത്യാവശ്യം ഇല്ലല്ലോ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ വന്ന് നിൽക്കുമ്പോൾ. അന്ന് നമ്മൾ വാങ്ങിച്ചിട്ട് പിന്നെ നാട്ടിൽ നിന്നതുകൊണ്ട് പിന്നെ അതിൻ്റെ ആവശ്യം വന്നില്ല. അപ്പം ഞാൻ പോയി അമ്പലത്തിൽ പോയിട്ട് വരാം. ഡോറ് തുറന്നപ്പോൾ എൻ്റെ അമ്മ നല്ല തണുപ്പ്. സോക്സ് ഒന്നും ഇട്ടില്ല, അപ്പോൾ പിന്നെ കാലിലൊക്കെ തണുപ്പടിച്ച് കയറും. നല്ല തണുപ്പടിച്ച് കയറുന്നുണ്ട് മൂക്കിലൊക്കെ. ഞാൻ തൊപ്പിയൊക്കെ എടുത്ത്, എനിക്കൊരു നാണക്കേട് പോലെ തൊപ്പിയൊക്കെ വെച്ച് സെറ്റായി പോയി. സ്ഥലത്തിലെത്തി, ആരെയും കാണാനില്ല. ഇത് വാങ്ങാനാണ് ഞാൻ വന്നത്, പുണ്യവെള്ളം. നമ്മളെ വീടൊക്കെ ഒന്ന് തളിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചത്. ചില സ്കൂളുകളിലൊക്കെ രാവിലെ 6:45 ബസ് വരും. അങ്ങനെ അമ്മമാരൊക്കെ കൊണ്ടുപോകുന്നതാണ്. എല്ലാവരും സ്വെറ്ററും കോട്ടും ഒക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. പിന്നെ ചില ആൾക്കാർ കട്ടിയുള്ള ഷോൾ അങ്ങ് പുതച്ചോളും, അപ്പോൾ നല്ല ചൂടാണ്. ഇതാണ് നമ്മുടെ റാഡിഷ് ഇല്ലേ, റാഡിഷാണ് അവർ സൈഡിൽ ആയിട്ട് നട്ടു വച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ പാലക്ക്, ഇവിടെ ആൾക്കാരൊക്കെ നമ്മുടെ ചീര, നമ്മുടെ ചുമന്ന ചീര അതൊന്നും അധികം ഉപയോഗിക്കാറില്ല. ഇത് ഈ നമ്മുടെ പാലക്ക്, ഈ സൈഡിൽ നിൽക്കുന്നത് റാഡിഷ്. എനിക്ക് തോന്നുന്നു അത് നമ്മുടെ ഉള്ളിപ്പൂവാണെന്ന് തോന്നുന്നു. തിരിച്ച് പിന്നെ അടുക്കളക്കകത്ത് കയറിയിട്ട് ഞാൻ ആ സ്വെറ്ററൊക്കെ അങ്ങ് മാറ്റിയിട്ടു കേട്ടോ. പിന്നെ അവർക്ക് കൊടുക്കാൻ വേണ്ടി മാത്രം ഒരു 2-3 ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ ഉണ്ടാക്കി വെച്ചിരുന്നാലും ചിലപ്പോൾ അതങ്ങ് തണുത്ത് മരവിച്ച് പോകും. നമ്മൾ നല്ല മാവിങ്ങനെ പൊങ്ങി വന്നിരുന്നാലും നമ്മൾ പിന്നെ തണുപ്പടിക്കുമ്പോഴത്തേക്കും ആ ദോശയ്ക്കൊരു സോഫ്റ്റ്നെസ് കാണൂല, ഒരു കട്ടി പോലെ ആവും. പിന്നെ നെയ്യൊക്കെ ഒഴിച്ച് ഉണ്ടാക്കുന്നതുകൊണ്ട് ആ ചൂടോടെ അങ്ങ് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റുമാണ്. പിന്നെ നെയ്യൊക്കെ ഞാൻ ആ സൈഡിൽ വെച്ചിട്ടുണ്ട്, അപ്പം അതിൻ്റെ ചൂടടിച്ചിട്ടെങ്കിലും ഒന്ന് ലൂസാവട്ടെ എന്ന് വിചാരിച്ചിട്ട്. തലേദിവസം രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പിന്നെ തണുപ്പായതുകൊണ്ട് ഒന്നും ഉണ്ടാക്കാൻ വയ്യാത്തോണ്ട് നമ്മൾ പാഴ്സൽ വാങ്ങിച്ച് തന്തൂരി റൊട്ടിയും പനീറും. അപ്പം അതിൽ നിന്നെടുത്ത് അവർക്ക് വേണമെങ്കിൽ 2 ചൂടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് ചൂടാക്കി വെച്ചു. 2 ദോശ കഴിച്ചപ്പോഴത്തേക്കും ഒരു സമാധാനം. ഇല്ലെങ്കിൽ ഞാൻ ഇനി അവരെ കൊണ്ടുപോയിട്ട് തിരിച്ചു വന്ന് ഇതിപ്പോ രാവിലെ എണീറ്റതുകൊണ്ട് സാധാരണ ഞാൻ ഒരു 6:30 ആകുമ്പോഴേ എണീക്കുള്ളൂ. പിന്നെ ഞാൻ ചിലവിടെ അവരെ പറഞ്ഞു വിട്ടിട്ട് തിരിച്ച് ഒരു 8:30 ആകുമ്പോൾ വന്ന് കഴിക്കാം. ഇതിപ്പോ ഞാൻ ഇവരെ കൊണ്ടുവിട്ടിട്ടൊക്കെ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ 9-9:30 ആവും. പിന്നെ എനിക്ക് വിശന്നപ്പോൾ പിന്നെ ഞാൻ 2:30 കഴിച്ചു. എല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ട് കോട്ടിട്ട് കൊടുക്കാൻ പോയപ്പോൾ ധനുക്കുട്ടിയുടെ സ്വഭാവം മാറി. ആ കോട്ട് വേണ്ട, അവൾക്ക് കളർ ഡ്രസ്സ് മതിയെന്ന്. എല്ലാവരും ചിലപ്പോൾ കളർ ഡ്രസ്സ് ഇട്ടിട്ട് വരും, ബർത്ത്ഡേക്ക് മാത്രമല്ല എന്ന്.
അപ്പോൾ പിന്നെ എങ്ങനെയൊക്കെ ഒരുവിധം പറഞ്ഞ് വിളിച്ച് സ്വെറ്ററൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ഒരു ഉമ്മൊക്കെ കൊടുത്തിട്ട് ഭയങ്കര സിൽക്കി മുടിയാണെന്നൊക്കെ പുകഴ്ത്തി കൊടുക്കുമ്പോഴത്തേക്കും ഭയങ്കര ഇഷ്ടമായിട്ടൊക്കെ നിന്നോളും. ഹായ് പറ. ഇനി സ്കൂളിൽ കൊണ്ടാക്കണം. ഇപ്പം തന്നെ കുറച്ച് ലേറ്റായിപ്പോയി. പിന്നെ എക്സാം ആയതുകൊണ്ട് കുഴപ്പമില്ല, 9 മണിയൊക്കെ ആകുമ്പോൾ എത്തിയാൽ മതി. പശുക്കുട്ടികളൊക്കെ സൈഡ് ഇവിടെ നില്ല. झारखंड कोड जाना है, झारखंड कोड। हाँ बत्ती को डालूंगा ये सेंट्रल स्कूल अंदर नहीं जाऊंगा, मेन बत्ती की रोड में डालूंगा। वो सिग्नल के पास छोड़ दो। हाँ सिग्नल के पास ठीक। अवड़ा वो स्कूल के सामने सिग्नल है, वो इस रोड पे जो बत्ती है ना, हां इस रोड बत्ती को इस साइड मेरे मच्चा ട്രാഫിക്കിന്റെ കാര്യമാണ് പറഞ്ഞത്. हाँ हाँ ട്രാഫിക്കിന്റെ അവിടെ ഏത് ട്രാഫിക്? ഒരു സിഗ്നലിന്റെ എവിടെയല്ലേ പറഞ്ഞത്? സിഗ്നൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്കൂളിന് തൊട്ടടുത്ത് ഒരു സിഗ്നൽ ഉണ്ടോ? ആ അവിടെ നിന്ന് ആ റോഡ് ഇറങ്ങി അങ്ങോട്ട് കയറിയാ പോരെ. ഇതുപോലെ ഇഷ്ടംപോലെ ഓട്ടോ ഉണ്ട് ഇവിടെ. അപ്പം ഒരു എത്ര ഏകദേശം സ്കൂൾ വരെ കൊണ്ടുപോക്കണമെങ്കിൽ ഒരു 40-50 രൂപ കൊടുക്കണം. അങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും പിന്നെ കൊണ്ടുപോകുന്ന ഇഷ്ടംപോലെ ഓട്ടോകളുണ്ട്. അല്ല നമ്മളെ കണ്ടപ്പോൾ മലയാളികളാണെന്ന് മനസ്സിലായി കാണും, അങ്ങനെ ആയിരിക്കും വന്നത്. ടാറ്റാ ടാറ്റാ ബൈ. എന്തേ കുഞ്ഞേച്ചി വിളിക്കാൻ വരുമ്പോൾ മക്കളെ വിളിച്ചിട്ട് പോവും. ശരി ടാറ്റാ. എന്തുമാത്രം നെല്ലിക്ക നിൽക്കണമെന്ന് കണ്ടോ. ഓ അയ്യോ ഞാൻ വിചാരിച്ചു എന്നെ ഇടിച്ചത് തന്നെ. അയ്യോ ഞാൻ തിരിച്ച് നടന്നു പോവാന്ന് വിചാരിച്ചു. രാവിലെ എന്തായാലും ഒരു മോർണിംഗ് വാക്കും ആവും. വലിയ ചൂടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു സുഖമുണ്ട് തണുപ്പും കൊണ്ട് നടക്കാൻ വേണ്ടി. തണുപ്പായതുകൊണ്ട് റോഡിൻ്റെ 2 സൈഡിലും ഇഷ്ടംപോലെ കമ്പിളികൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ പോകുന്ന ആൾക്കാർക്കൊക്കെ ഇതുപോലുള്ളത് വലിയ സഹായമാണ്. ഉപ്പുമാവ്, പൂരി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വാങ്ങിച്ച് കഴിക്കാം. രാവിലെ നല്ല ഫ്രഷ് പച്ചക്കറി വരും, അപ്പോൾ അതും കൂടെ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് പോവാം. ഇനി ഈ ക്യാരറ്റേ കാണാൻ പറ്റുള്ളൂ. മറ്റേ നമ്മുടെ നാട്ടിലത്തെ ആ ഓറഞ്ച് കളർ കാണാൻ പറ്റില്ല. ഈ തണുപ്പായതുകൊണ്ട് റെഡ് കളർ കാണാം. ഞാൻ പിന്നെ നോക്കിയപ്പോൾ നമുക്ക് വേണ്ടിയിട്ടുള്ള പച്ചക്കറികളൊന്നും അധികം ഒന്നുമില്ല. കത്തിരിക്കയും തക്കാളിയും വെണ്ടയ്ക്കയൊക്കെ വീട്ടിൽ എപ്പോഴും കിടപ്പുണ്ട്. പിന്നെ എന്തെങ്കിലും തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ബീൻസോ എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു 1/2 കിലോ ബീൻസ് വാങ്ങിച്ചു. പിന്നെ നടന്ന് വരുന്ന വഴിക്ക് ചീരയോ പയറോ എന്തെങ്കിലും കാണുകയാണെങ്കിൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കൂടുതലും നടന്ന് വരാമെന്ന് തന്നെ വിചാരിച്ചത്. പക്ഷെ അതൊന്നും കിട്ടിയില്ല. ബീൻസ് വാങ്ങിച്ചിട്ട് നേരെ പിന്നെ വീട്ടിൽ ചെന്ന് ഡ്രസ്സൊക്കെ മാറി വീണ്ടും പാല് കൊണ്ടുവന്നിരുന്നു. പാല് തിളപ്പിക്കാനൊക്കെ വെച്ചു. പിന്നെ നടന്നു വന്നതുകൊണ്ട് വീണ്ടും വിശപ്പ്, 2 ദോശയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചമ്മന്തിക്ക് എത്ര ടൈം ഞാൻ ചൂടാക്കിയെന്ന് അറിയാമോ? വീണ്ടും ഞാൻ കാണിച്ചു തരാം. കണ്ട ഈ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ അതുപോലെ ഇങ്ങനെ മുകളിൽ കട്ടയായിട്ട് വരും. ചമ്മന്തിയിൽ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ട് നിന്നുകൊണ്ട് പാല് തിളച്ച് കളഞ്ഞത് ഓർമ്മിച്ചില്ല. അപ്പോൾ ഉടനെ അതിനെ ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ അടുത്ത സാധനം നമ്മൾ വയ്ക്കുമ്പം അവിടെ മൊത്തവും കറുപ്പാവും. അതുകൊണ്ട് പിന്നെ അതിനെ ഉടനെ കൈയോടെ കഴുകി. സ്ഥലമില്ലാത്തതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം. ഒരു പാത്രം എടുത്താൽ അത് അപ്പുറത്തെ സൈഡിലോട്ട് മാറ്റി വെച്ചാൽ അവിടെ വേറെ പാത്രം,
അങ്ങോട്ട് വയ്ക്കാൻ സ്ഥലമില്ല. കറി വെക്കാൻ വേണ്ടി ഞാൻ കുറച്ച് വഴുതനങ്ങ എടുത്തു. വേറെ ആരുമല്ല വരുന്നത്, എൻ്റെ അച്ഛനും അമ്മയാണ് വരുന്നത്. പിന്നെ അമ്മ രാജധാനിയിലാണ് ടിക്കറ്റ് എടുത്തത്. അപ്പോൾ അതിൽ ഫുഡും കൂടെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുത്ത്. അമ്മ ഒരു ഫുഡ്, അമ്മയ്ക്ക് എന്ന് പറഞ്ഞാൽ അമ്മ അങ്ങനെ അധികം പുറത്തോട്ടൊന്നും പോയിട്ടില്ല. അമ്മ വീട്ടിൽ വെച്ച് കഴിക്കും, ചക്ക, കപ്പ, മീൻകറി അമ്മ വെച്ച് കഴിക്കുന്നതല്ലാതെ നമ്മുടെ ട്രിവാൻഡ്രത്ത് തന്നെ സിറ്റിയിലോട്ടൊക്കെ പോയാൽ പോലും മീനോ ചിക്കനോ ഒന്നും വാങ്ങിച്ച് കഴിക്കൂല. അങ്ങനത്തെ ഒരു ടൈപ്പാണ് അമ്മ. പിന്നെ ചിലപ്പോൾ ഒരു കൊതി തോന്നിയാൽ മാത്രം ചിക്കൻ ബിരിയാണോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കും. അല്ലാതെ ഒരു ഹോട്ടലിൽ പോയാൽ മീൻകറി അങ്ങനത്തെ എങ്കിൽ അങ്ങനെയാണെങ്കിൽ വെജ് കഴിക്കും. അപ്പോൾ ഇത് നമ്മൾ ട്രെയിനിലും വെജാണ് പറഞ്ഞെങ്കിലും അമ്മയ്ക്ക് ഈ നോർത്ത് ഇന്ത്യൻസ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമുക്ക് പനീർ, അവരുടെ ചോറെന്ന് പറഞ്ഞാൽ നമ്മുടെ ചോറൊന്നും അല്ല, ബിരിയാണി റൈസ് പോലത്തെ അത്, പിന്നെ ഡാല്, നമ്മുടെ സാമ്പാർ ഡാലിൻ്റെ കറി, ഇതൊക്കെ ആയിരിക്കും. അപ്പം അച്ഛന് കുഴപ്പമില്ല, അച്ഛൻ ഇങ്ങനെ യാത്രകളൊക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ട് അച്ഛൻ അഡ്ജസ്റ്റ് ചെയ്ത് പൊയ്ക്കോളും. അമ്മ ഒരു വക കഴിച്ചിട്ടില്ല. അടുത്ത ആരോ 1-2 മലയാളികളൊക്കെ ഉണ്ടായിരുന്നു, അവർ ലെമൺ റൈസും തക്കാളി കറി എന്തോ കൊണ്ടുവന്നുകൊണ്ട് ആ ഒരു ദിവസം മാത്രം കഴിച്ച് ഒരു വക അമ്മ. അപ്പോൾ ഞാൻ വിചാരിച്ചു അവർക്ക് വേണ്ടിയിട്ട് ചിക്കൻ ബിരിയാണി വെച്ച് കൊടുക്കാമെന്ന്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിച്ചു, അമ്മ പറഞ്ഞു എനിക്ക് ചിക്കൻ ബിരിയാണിയോ ഒന്നും വേണ്ട, വന്നാൽ എനിക്ക് ചൂട് കഞ്ഞിയും ചമ്മന്തി ആയിരുന്നാലും മതി, അത് കഴിക്കാനാണ് തോന്നണേന്ന്. അമ്മയ്ക്ക് വഴുതനങ്ങ വെടിക്കുവരട്ടി, പിന്നെ ചമ്മന്തി, മുട്ട പൊരിച്ചത്, ഇങ്ങനത്തെയൊക്കെ മതി. അപ്പം ഇന്ന് അങ്ങനെ ഒന്ന് ആസ്വദിച്ച് അങ്ങനെ കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ വേറെ വെറൈറ്റി ആയിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. വെള്ളമൊക്കെ ചൂടായപ്പോൾ പിന്നെ അരിയൊക്കെ കഴുകിയിട്ടു. നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചുമന്ന അരി തീർന്നു പോയതുകൊണ്ട് ഇവിടെ നിന്ന് വാങ്ങിച്ച അരി അതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടും. പിന്നെ രാവിലെ തന്നെ അങ്ങ് തുണിയും കൂടെ നനയ്ക്കാൻ വേണ്ടി ഇട്ടിട്ടു. ഉച്ച കഴിഞ്ഞാൽ പിന്നെ തണുപ്പും കൂടെ ആകുമ്പോൾ പിന്നെ ഉണങ്ങി കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുമായിരിക്കും. പിന്നെ വഴുതനങ്ങ മെഴുക്ക് വരട്ടിക്ക് വേണ്ടിയിട്ട് അരിഞ്ഞു. പിന്നെ ഇത് ഇത്രയും വഴുതനങ്ങ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എൻ്റെ കയ്യിലൊരു നീല വഴുതനവും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് പിന്നെ ഞാൻ അതും അങ്ങ് എടുത്ത് അരിഞ്ഞു. പിന്നെ ഇപ്പോൾ ഭയങ്കര തണുപ്പായതുകൊണ്ട് വെള്ളം ചൂടാക്കി അല്ലാതെ കുളിക്കാനോ മുഖം കഴുകാനോ ഒന്നിനും പറ്റില്ല. പിന്നെ മുഖം കഴുകാനൊക്കെ നമ്മൾ ജസ്റ്റ് അങ്ങ് പെട്ടെന്ന് എടുക്കും. ഇതിപ്പോൾ കുളിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ചൂടാക്കാനും വെച്ചു. വഴുതനങ്ങ എണ്ണ ഒഴിച്ചൊന്നിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ വഴുതനങ്ങ മെഴുക്കുവരട്ടി റെഡിയാവും. പിന്നെ ഇഞ്ചിക്കറി ഞാൻ പൊടിയും മുളക് പൊടി എല്ലാ പൊടികളൊക്കെ ഇട്ടിട്ട് കടുക് പൊട്ടിച്ച് വെള്ളം ഒഴിച്ച് വെച്ചതാണ്. അപ്പോഴത്തേക്ക് എനിക്ക് പോവാൻ സമയമായി. നമ്മുടെ മെഴുക്ക് വരട്ടിയും ഇഞ്ചിക്കറിയും വെച്ചിട്ട് നമ്മുടെ കാത്തൂട്ടിയും തന്നൂട്ടിയും വിളിക്കാൻ പോകുന്നു. പിന്നെ സ്കൂളിൽ പോയി 2 പേരെയും വിളിച്ചിട്ട് വന്ന എക്സാമിന്റെ വിശേഷങ്ങളൊക്കെ പറയുന്നതാണ്. അവര് വന്ന് 2 പേരും അങ്ങോട്ട് ഓടി. അവര് വരുന്ന ഓട്ടോയുടെ സൗണ്ട് കേട്ടപ്പോഴേ കാത്തൂട്ടിയും തന്നൂട്ടി അങ്ങ് ഓടിപ്പോയി. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടപ്പം അമ്മയ്ക്കും ഭയങ്കര നാണം. അതുവഴി ഇറങ്ങാ, ഇതുവഴി ഇറങ്ങോ. അയ്യോ, അടുക്കളയാണ് അടുക്കള, ഇത്രേ ഉള്ളൂ അടുക്കള. ഒരാൾക്ക് നിന്ന് തിരിച്ചു എന്നാ മുകളിലത്തെ ഒരേലൊക്കെ നല്ല ഇത്രയും നല്ല അടുക്കള, നല്ല അടുക്കള. എന്നാ ഇത്രയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ല. ഓ പിന്നെ ഞാൻ ചമ്മന്തിയും കൂടെ അരക്കട്ടെ. ഇത് അവിടത്തെ പാലാരത്തുനിന്ന് കൊണ്ടുവന്നല്ലേ. അതുകൊണ്ടാ ഇനി പിന്നെ ചോറൊക്കെ കഴിച്ചിട്ട് എടുക്കാല്ല.
പിന്നെ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം ഓരോന്നായിട്ട് എടുത്ത് കാണിക്കുന്നതാണ്. മീനച്ചാറ്, മുട്ട ഒരു 4-5 കുപ്പിയിലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ചെറുകിഴങ്ങുന്നു, അങ്ങനെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട്, ഇഞ്ചി, മഞ്ഞൾ, അങ്ങനെ കുറേ ഐറ്റംസ്. പിന്നെ വീട്ടിലുണ്ടായ ചേന, മരിച്ചീനി. പിന്നെ തണുപ്പായിട്ട് മൂടി പൊതിച്ച് കിടന്നിട്ട് അച്ഛൻ ട്രെയിനിലെ വിശേഷങ്ങൾ പറയുന്നതാണ്. കുറച്ചൊരാശ്വാസം കിട്ടി. പിന്നെ ചപ്പാത്തി കയ്യിൽ ഞാൻ എടുത്ത് ചുരുട്ടി വെച്ചിരുന്നേനെ നൂത്ത് വെച്ചിട്ട് കയ്യിൽ നിന്ന് തന്നെ എടുത്ത് പിച്ച് അതൊക്കെ ഇങ്ങനെ ഇറച്ചിക്കറി എന്ന് പറയുന്നത് ഇറച്ചി ഇങ്ങനെ അവിച്ച് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. കുറെ പിന്നെ ചാറ് കാച്ചി ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇറച്ചി തുണ്ട പിന്നെ വിളവിളായിട്ടിരിക്കുന്നില്ല. ഇങ്ങനെ എടുത്ത് കടിച്ച് ഞാൻ അവിച്ച് വെച്ചതും എല്ലാം കിടക്കുന്നു. എടുത്ത് കടിച്ച് ഇതില് മുക്കി പിന്നെ ഈ ചപ്പാത്തി ഇങ്ങനെ അത് സംഭവം ഇതിന് ഗ്രേവി ഉണ്ടാക്കി വച്ചിരിക്കും. ഈ ഇറച്ചി പ്രത്യേകം വേവിച്ച് വച്ചിരിക്കും. എന്നിട്ട് ആർക്കാണ് ഇത് വേണ്ടത് അതിൽ നിന്ന് 2 കഷ്ണം എടുത്തും ഈ കറിയിലും കൂടെ മിക്സ് ചെയ്യും. ചപ്പാത്തി ഒരിക്കൽ എടുത്തത് കയ്യിൽ നിന്ന് 2 താഴെ അതോടെ തിന്നൊന്നുമില്ല. മറ്റേ ഈ നോക്ക് വെച്ചിരിക്കുന്ന മറ്റേ ഇതില് ഡ്രായില് 2 പാത്രവും കൂടെ വെച്ചിരുന്നു. ഞാൻ ഒരു നേക്ക് നീക്കിയത് എവിടെ പാത്രമൊക്കെ ഇതാ പുറത്തുകൂടെ പറമ്പിന്റെ സീറ്റിന്റെ പുറത്തുകൂടെ പരിപ്പും എല്ലാം കൂടെ. അല്ല നമ്മള് പോകുമ്പോഴെന്ന് പറഞ്ഞാൽ ഇഡ്ഡലി, പിന്നെ ഇറച്ചി, ചിക്കൻ ഫ്രൈ, കറി, വെള്ളം പാത്തിലും കൂടെ. അപ്പൊ മറ്റേ മക്കളൊക്കെ ഈ വെള്ളം ഇട്ടോണ്ട് വെള്ളക്കാലും വേറെ എങ്ങനെ കളറാണ് യാത്രക്ക് നല്ലത്. ഞാനും കൂടെ ഡ്രാ ഇങ്ങനെ 2 ഇങ്ങനെ അടുക്കി വെച്ചിരുന്നത്. ഞാൻ ഒരു ശകലം ഞാൻ നീക്കിയതേ ഉള്ളൂ. ബിസ്ക്കറ്റ് എങ്കിലും വാങ്ങിച്ച് വച്ചേക്കാം നമുക്ക്, അല്ലെങ്കിൽ 1/2 കിലോ പഴമെങ്കിലും വാങ്ങിച്ച് വച്ചേക്കാം. വേണ്ട, എല്ലാം അതിനകത്തുണ്ട്. വാങ്ങിക്കൂല, നിർബന്ധമായിട്ട് വാങ്ങിക്കൂല. ഒരു വിചാരിച്ചു ഈ ബ്രെഡ് ഒരിക്കൽ ഒരു ബ്രെഡ് ഉണ്ടായിരുന്നു. അല്ല ഒരു പഞ്ഞി പോലെ ഇരിക്കുന്നു. അടിച്ച് നോക്കിയപ്പോ 2 ബ്രെഡ്. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നോക്കിയപ്പോ അതിന് ഞാൻ വിചാരിച്ചു സാമ്പാറാ പെട്ടെന്ന് വിചാരിച്ചില്ല. നമ്മൾ നോക്കിയപ്പോ 1 കവർ പാൽപ്പൊടി, 1 ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന സാധനം ഇല്ല. അപ്പോഴും നമ്മൾ ഇനിയും കൊണ്ടുപോയി ഉരുളക്കിഴങ്ങ് ഇരുന്നിട്ട് പൊട്ടിച്ച് നോക്കിയപ്പോ അതില് 2 ബ്രെഡ് ഉണ്ട്. വലിയ ബിഎപ്പിള്ള കഴിക്കുന്ന ആഹാരമാണ് ഇതൊക്കെ. പിന്നെ എല്ലാം കഴിച്ചിട്ടുണ്ട്. വന്ന് ടിപ്പ് കയറണമെന്ന് പറഞ്ഞ് പൈസക്ക് വന്നിരിക്കുന്നു. ടിപ്പ് വേണമെന്ന് 50 രൂപ എടുത്ത് കൊടുത്തപ്പോ അത് പോരാ. 50 രൂപ എടുത്തപ്പോ അത് പോരാ. ഈ പിന്നെ 20 രൂപ എടുത്ത് കൊടുത്തു. പിന്നെ കൂടുതല് 20 രൂപ തന്നെ കൊടുത്ത 70 രൂപ കൊണ്ടുപോകാൻ പറഞ്ഞു. ഞാൻ എന്നിട്ട് എനിക്ക് ഹിന്ദി അറിഞ്ഞൂടല്ല. ഞാൻ അടുത്തിരുന്ന് അവൻ്റെ കൂടെ പറഞ്ഞ് ഈ ഇത് പിന്നെ
കൂടുതൽ എന്തോന്ന് തന്നിട്ട് അവന്മാര് കൂടുതൽ എന്തൊരു തന്നിട്ടാണ് ഈ കൂടുതൽ സ്പെഷ്യൽ വല്ലതും തന്നിട്ടാണോ ഈ പൈസ ചോദിക്കണമെന്നൊന്ന് ഹിന്ദിയിൽ ചോദിക്കാൻ പറ്റും. വേറെ കളർ തൊപ്പിയില്ലായിരുന്നു വേറെ തൊപ്പി മുത്തുള്ള വേറെ ഇല്ല. ഈ കളർ രാത്രി പിന്നെ അയ്യപ്പൻ്റെ അമ്പലത്തിൽ ഫുഡ് ഉള്ളത് കൊണ്ട് എല്ലാവർക്കും കൂടെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അച്ഛൻ മാത്രം വന്നില്ല. ഓ അങ്ങനെ എടുക്കാൻ പോയത് മുട്ടായി കളഞ്ഞു ഓ ഞാൻ പേടിച്ചു. അമ്മയ്ക്ക് ഇവിടേക്ക് വന്നിട്ട് ഇങ്ങനെ സ്വെറ്ററൊക്കെ ഇട്ടിട്ട് പുറത്ത് പോകുമ്പോൾ വല്ലാത്തൊരു നാണക്കേടാണ്. അയ്യേ എന്തോ പോലെ ഇരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടാണ് നടന്നു വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ്.